എല്ലാവർക്കും നമസ്കാരം. വീട്ടമ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുമസും പുതുവത്സരമൊക്കെ അടുത്ത് വരികയാണല്ലോ. അപ്പോൾ ഞാനിന്നിവിടെ നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് എങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. ഞാനിന്നിവിടെ ചെയ്യുന്നതൊരു പ്ലം കേക്കാണ്. അത് ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ്. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 250 ഗ്രാം മൈദ, പഞ്ചസാര, ഇത് കാരമലൈസ് ചെയ്യാനായിട്ട്, ഉപ്പ്, ഇത് ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട, ചുക്ക്, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, ഇതെല്ലാം കൂടി പൊടിച്ചതാണ്, ഏകദേശം 1 ടീസ്പൂൺ. ഇത് സൺഫ്ലവർ ഓയിൽ, പഞ്ചസാര പൊടിച്ചു വച്ചിരിക്കുന്നത്, പാല്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, 2 മുട്ട. ഇത് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഓറഞ്ച് നീരിൽ കുതിർത്ത് വെച്ചിരിക്കുന്നത്, ഏകദേശം 5 മണിക്കൂർ മുൻപ് ഞാൻ കുതിർത്താൻ വെച്ചിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈന്തപ്പഴം, കിസ്മിസ്, ഉണക്കമുന്തിരി, ചെറിപ്പഴം, കശുവണ്ടിപ്പരിപ്പ്, ട്യൂട്ടി ഫ്രൂട്ടി എന്നിവയാണ് ഇതിൽ കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള അണ്ടിപ്പരിപ്പ്, ട്യൂട്ടി ഫ്രൂട്ടി, ചെറിപ്പഴം, കിസ്മിസ്, ഓറഞ്ച്, ഇതിൻ്റെ തൊലി അല്പം ഗ്രേറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് കേക്ക് ടിന്നിൽ തേച്ച് പിടിപ്പിക്കാനുള്ളതാണ്. വാനില എസൻസ്, ഇത് നമുക്ക് ബേക്കറികളിലൊക്കെ വാങ്ങാൻ കിട്ടും. അല്പം തേൻ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അതിനൊക്കെ ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റവ് കത്തിക്കുകയാണ്. നമ്മളിതിലേക്ക് കാരമലൈസ് ചെയ്യാനുള്ള പഞ്ചസാര ഇട്ട് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. പഞ്ചസാര നമ്മളൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്തത് ഇളക്കി കൊടുക്കണം. പഞ്ചസാര അധികം കരിഞ്ഞു പോകരുത്, അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ നിറം കറുപ്പായി പോകും. ഇനി ഞാനിതിലേക്ക് വെള്ളം ചേർക്കാൻ പോവുകയാണ്. ഈ വെള്ളം ചേർക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം. ഇത് നമ്മളുടെ ശരീരഭാഗത്തേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അല്പം അകന്ന് നിന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. നമ്മുടെ കാരമലൈസ് ചെയ്യുന്ന ഈ പഞ്ചസാര ഒന്ന് പകുതി ആവണം, ഇത് വയ്ക്കുക. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി തണുക്കാൻ വയ്ക്കാം. കേക്ക് തയ്യാറാക്കാൻ ഞാൻ ഇതുപോലെയുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ നെയ്യ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ഒരു ബട്ടർ പേപ്പർ ഞാൻ പാത്രത്തിൻ്റെ അളവ് കട്ട് ചെയ്ത് ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. മൈദപ്പൊടി ഞാൻ എൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് എളുപ്പം വിട്ടുപോരാൻ ഇത് സഹായിക്കും. പൊടി ഞാൻ കളയുന്നു. നമുക്ക് ഇതിനുള്ള മൈദപ്പൊടി നരിച്ചെടുക്കാം. മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂൺ സോഡാപ്പൊടി, കുറച്ച് ഉപ്പ്, നമ്മളിങ്ങനെ ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം.
നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി അല്പം ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ മഞ്ഞ ഭാഗം മാത്രം മതി. നമുക്ക് ഇതിൽ ചേർക്കാനുള്ള മുട്ട മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർക്കുകയാണ്. ഒരു ടീസ്പൂൺ വാനില എസൻസ്. ഇതൊന്ന് മിക്സിയിൽ ഒന്നുകൂടി കറക്കിയെടുക്കും. ഇതിലേക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തത്, പൊടിച്ച പഞ്ചസാര ചേർത്തൊന്ന്. ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, ജാതിക്ക, ചുക്ക് എന്നിവ പൊടിച്ച പൊടികൾ, മൈദ കുറേശ്ശെ ചേർത്ത് ഇളക്കുക. കുറച്ച് തേൻ. നമുക്കതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ഓറഞ്ചിൻ്റെ തൊലി ചേർക്കണം. നമ്മൾ ഓറഞ്ച് നെല്ലിട്ട് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം ഇളക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് അല്പം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇതിനുള്ള എയറൊക്കെ നിറഞ്ഞേക്കണമെങ്കിൽ അത് പോയി കേക്ക് ഒന്ന് ലെവലാവാൻ വേണ്ടി ഇതിലൊന്ന് തട്ടി കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ട്യൂട്ടി ഫ്രൂട്ടി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇട്ടാണ്. കിസ്മിസ്, ചെറി, അണ്ടിപ്പരിപ്പ്, ഇനി നമുക്ക് പ്രഷർ കുക്കർ ചൂടാവാൻ വയ്ക്കാം. അഞ്ച് മിനിറ്റ് പ്രഷർ കുക്കർ ചൂടാവണം. ഇനി അതിന് ശേഷം ഈ ഗ്രിഡ് വെച്ചിട്ട് അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കേക്ക് പാത്രം ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഗ്രിഡ് വയ്ക്കാൻ മറക്കരുത്. ഈ പാത്രം ഇങ്ങനെ അല്പം പൊന്തിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 40-45 മിനിറ്റാണ് ഇതിന് വേണ്ട സമയം. തീരെ കുറച്ചിട്ടിരിക്കണം.
സിമ്മിൽ. ഇതിൻ്റെ വെയിറ്റ് ഇടാൻ പാടില്ല കേട്ടോ, പിന്നെ ഇതിൻ്റെ വാഷറും മാറ്റി വയ്ക്കുന്ന നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഇത് മുറിച്ച് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ.